ഹായ് മൈ ഡിയർ, സുഖമാണ് എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വന്നിട്ട് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റിലെ പാർട്ട് 18 ആണ്. ഓക്കെ, ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് പാർട്ട് 18 ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2n ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചങ്ക് കുട്ടികളെ, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകും 2 പവർ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ്. മുഴുവനും തിയറി ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചെറിയ പ്രോബ്ലം ഉണ്ട്, അതിന്റെ പകുതി ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം എന്നാലും നിങ്ങൾക്ക് വീഡിയോയിലോട്ട് നമുക്ക് പോകാം. In the factorial experiment, if the number of levels of 2 or each factors in it, then the corresponding design is called 2 power n factorial. Levels 2 ആണെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അപ്പോൾ ആ ഒരു ഡിസൈൻ പറയുന്നതാണ് 2 power n ഡിസൈൻ. ഓക്കെ ഓക്കെ അപ്പോൾ where the n is the number of factor of experiment, AIDS has developed. ഇവിടെ വന്നിട്ട് n ആണ് ഫാക്ടേഴ്സ് ഓഫ് എക്സ്പെരിമെന്റ് ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് എയ്റ്റ്സ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് വന്നിട്ട് ജനറലൈസ്ഡ് അൽഗോരിതം വന്നിട്ട് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ടു ഫൈൻഡ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് കോമ്പോണന്റ് ദ മോഡൽ ഓഫ് ഗിവൺ 2 power n ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ് വിച്ച് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ദിസ് സെക്ഷൻ. Before introducing Eights algorithm, the concept of 2 power 3 and 2 power 2 designs are presented in the following sessions. Okay, ആദ്യം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് ഓഫ് 2 power 2 ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ദ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ് the number of factors is 2. Let them be a and b. Each factors has 2 levels. Let level 1 be the low level and level 2 is the high level. These are the shown figure. The low level and high level of each factor is represented by 0 and 1 respectively. Okay, ഇതൊക്കെ വന്നിട്ട് തിയറി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം ആദ്യം വന്നിട്ട് ഈ ഒരു പിക്ചറിൽ എക്സ് ആക്സിസിൽ ലെവൽ 1ഉം ലെവൽ 2ഉം, ബി വൈ ആക്സിസിൽ വന്നിട്ട് ലെവൽ 1ഉം ലെവൽ 2ഉം എഴുതണം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതൊരു പിക്ചറായിട്ട് വരച്ചു വെക്കണം. മീൻസ് ഒരു സ്ക്വയർ പിക്ചറായിട്ട് വരച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ലെവലാണ് 0 ആയിട്ട് എടുക്കേണ്ടത്, ഏറ്റവും ഹൈ ലെവലാണ് ബി എ ബി ആയിട്ട് എടുക്കേണ്ടത്. അതുപോലെ ലോ ലെവലിൽ ഹൈ ആയിട്ട് വരികയാണെങ്കിൽ അത് വന്നിട്ട് എ ആയിട്ട് എടുക്കണം. ഓക്കെ, മനസ്സിലായോ? ഇതൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങൾ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എല്ലാത്തിലും പഠിച്ചിട്ടുണ്ട്. എവിടെ റാൻഡമൈസ്ഡ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ഡിസൈൻ, റാൻഡമൈസ്ഡ് ഡിസൈൻ, പിന്നെ വരുന്നതാണ് ലാറ്റിൻ സ്ക്വയറിലൊക്കെ ഈ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് എഴുതുന്നതിന് നമുക്ക് 2 മാർക്സ് എക്സ്ട്രാ കിട്ടും. അപ്പോൾ മ്യൂ എന്ന് പറഞ്ഞ വൈ ഐ ജെ കെ ഈക്വൽ ടു മ്യൂ പ്ലസ് എ ഐ പ്ലസ് ബി ജെ പ്ലസ് എ ബി ഐ ജെ പ്ലസ് ഇ ഐ ജെ കെ. ഓക്കെ, വൈ ഐ ജെ കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ 8th replication of ith treatment and of factor A and jth treatment of factor B. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ മീൻ. ഓക്കെ, എ ഐ എന്ന് പറഞ്ഞാൽ ദ എഫക്റ്റ് ഓഫ് ith treatment of factor A, ബി ജെ എന്ന് പറഞ്ഞാൽ ദ എഫക്റ്റ് ഓഫ് jth treatment of factor B, എ ബി ഐ ജെ എന്ന് പറഞ്ഞാൽ ദ എഫക്റ്റ് ഓഫ് ith treatment of factor A and jth treatment of factor B. ഓക്കെ, ഈ എ ബി എന്ന് പറഞ്ഞ ഒരു ഇന്ററാക്ഷൻ എഫക്റ്റ്, അപ്പോൾ അതൊരു ചെറിയൊരു ബ്രാക്കറ്റിലിട്ട് വെക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ഇ ഐ ജെ കെ. ഇ ഐ ജെ കെ എന്ന് പറഞ്ഞാൽ റാൻഡം എറർ, അത്ര എഴുതിയാൽ മതി. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് എഴുതേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് സമയം പോകും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എസ് എസ് ടോട്ടൽ ഈക്വൽ ടു എസ് എസ് എ പ്ലസ് എസ് എസ് ബി പ്ലസ് എസ് എസ് എ ബി പ്ലസ് എസ് എസ് എറർ. നമുക്കറിയാം അല്ലേ? പക്ഷെ നമുക്ക് എസ് എസ് എറർ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എസ് എസ് ടോട്ടൽ മൈനസ് എസ് എസ് എ മൈനസ് എസ് എസ് ബി മൈനസ് എസ് എസ് എ ബി എഴുതണം. ഓക്കെ, അപ്പം thus the effect of the factor, the average effect of the factor is the average of the changes of responses due to the change in levels of the factor under the levels of all other factors. The letter 1 A B represent the total replications in the representative treatment combination. At low level B,
the average change in response if the level of factor is A, the is changed to 0 to 1 is A minus 1 divided by similarly high level of B, the average change of response if the level is the level of the factor A is changed to 0 to 1 AB minus B the whole divided by n. The average effect of the factor A is the average of the above two averages as given in the following formula. Okay, ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. Okay, A equal to 1 by 2n. സോറി, എനിക്ക് ചെറിയ ജലദോഷമുണ്ട്. അപ്പം A equal to 1 by 2n A minus 1 plus AB minus B equal to 1 by 2n into minus 1 plus A minus B plus AB. At low level of A, the average change in the response of the level of factor B is changed to 0 to 1. ഒരു മിനിറ്റ്. Okay, so the average change of response if the level of B is changed 0 to 1, AB minus A divided by n. The average effect of B is the average of above two average as given by the following formula. B equal to 1 by n B minus 1 plus AB minus A equal to 1 by 2n into minus 1 minus A plus B plus AB. The effect of interaction term AB is the average difference between the effect of A at the high level of B at the low level of B is shown in the shown below. Okay, so AB equal to 1 by 2n into AB minus B minus A minus 1 equal to 1 by 2n minus 1 plus A plus 1 minus A minus B plus AB. ഓക്കെ, അപ്പോൾ ഈ ഒരു കൊടുത്തിരിക്കുന്ന ആ ഒരു ബ്രാക്കറ്റിനകത്ത് അത് എലാബറേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് 2n 1 by 2n minus 1 minus plus A minus B plus AB കിട്ടും. ഓക്കെ, ഇതാ ഈ ഒരു ഫോമുല കിട്ടും. ഇത് ഈ ഒരു ബ്രാക്കറ്റ് പിടിച്ചാൽ അതുപോലെ തന്നെ ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമുല കിട്ടും. അതുപോലെ എ ബിയുടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു ഫോമുല കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് ചെറിയൊരു ഫോമുലയാണ്. ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചേ പറ്റൂ കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ the coefficient of different terms of average effect of A and B and the interaction term AB are shown in the table. Okay, അപ്പോൾ മോഡൽ കോമ്പോണന്റിൽ വന്നിട്ട് 1 A B A B എഴുതണം. അത് കഴിഞ്ഞ് എഫക്റ്റിൽ വന്നിട്ട് A B A B. അപ്പോൾ ഈ ഒരു മോഡൽ കോമ്പോണന്റിൽ എപ്പോഴും നമ്മൾ സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ, ഇഫക്റ്റിൽ വന്നിട്ട് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, അപ്പം 1 വന്നിട്ട് ലോ ലെവലാണ് എയിലും ബിയിലും. ഓക്കെ, മീൻസ് അതൊരു ലോ ലെവൽ കോമ്പണൻ്റ് ആണ്. അത് എ ബി ഈ ഒരു എയും ഈ ഒരു ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് +1 കിട്ടും. -1 × -1 +1. അടുത്തത് വരുന്നതാണ് എ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എഫക്റ്റിൽ വന്നിട്ട് സ്മോൾ എ പ്ലസ് ആയിരിക്കും. അതുപോലെ തന്നെ ബിന്റെ എഫക്റ്റിൽ സ്മോൾ എ മൈനസ് ആയിരിക്കും. കാരണം ഇവിടെ ബി ഇല്ല. ഓക്കെ, ഇവിടെ ബി ഇല്ല, അപ്പോൾ അതുകൊണ്ട് അത് മൈനസ് ആയിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് ഈ രണ്ട് കോമ്പണന്റ് തമ്മിൽ മീൻസ് ഈ രണ്ട് എഫക്റ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബിയിൽ വന്നിട്ട് എയിൽ വന്നിട്ട് ഇത് ലോ ലെവൽ ആയിരിക്കും, മീൻസ് -1 ആയിരിക്കും. ബിയിൽ വന്നിട്ട് ഇത് ഹൈ ലെവൽ ആയിരിക്കും, +1 ആയിരിക്കും. ഇത് രണ്ടും വന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടും. അതുപോലെ തന്നെ എ ബിയിലെല്ലാം ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അത് പ്ലസ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഈച്ച് ടേം of the model is obtained by using the formula sum of squares equal to contrast square divided by 2 power 2k equal to contrast square divided by 4 power k. ഇത് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കോൺട്രാസ്റ്റ് കിട്ടണമെങ്കിൽ -1 plus A minus B plus AB the whole square divided by 4k. മനസ്സിലായോ? അതാണ് സം ഓഫ് സ്ക്വയേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കോൺട്രാസ്റ്റ് കണ്ടുപിടിച്ചിട്ട് സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് സം ഓഫ് സ്ക്വയേഴ്സ് വന്നിട്ട് കാൽക്കുലേറ്ററിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ.
അപ്പോൾ ഇതാണ് കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എ ഈക്വൽ ടു -1 പ്ലസ് എ മൈനസ് ബി പ്ലസ് എ ബി, ബി വന്നിട്ട് -1 മൈനസ് എ പ്ലസ് ബി പ്ലസ് എ ബി, എ ബിയിൽ വരുന്നതാണ് +1 മൈനസ് എ മൈനസ് ബി പ്ലസ് എ ബി. ഇതെങ്ങനെയാണ് വരുന്നത്? ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യണം, മനസ്സിലായോ? എയിൽ -1 പ്ലസ് എ മൈനസ് ബി പ്ലസ് എ ബി, അതുപോലെ ബിയിൽ -1 മൈനസ് എ പ്ലസ് ബി പ്ലസ് എ ബി, എ ബിയിൽ വന്നിട്ട് +1 മൈനസ് എ മൈനസ് ബി പ്ലസ് എ ബി. ഓക്കെ, മനസ്സിലായോ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചെറിയൊരു പ്രോബ്ലമാണ്. അപ്പം ഞാൻ പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറയുമെന്ന് പറഞ്ഞില്ലേ, അതിൽ ഹൈപ്പോത്തസിസ് വരയ്ക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, എ സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റ് wants to study the impact type of company factor A and time period of factor B, the quarterly average of the earnings per share. So he collected 4 quarterly average of EPS data of 2 different companies during last 2 financial years from capital market, which is summarized on the table 4.21. ഇതാണ് ടേബിൾ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ എഴുതേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ ഡയറക്റ്റ് ആൻസറിലോട്ട് വേണം പോകാനായിട്ട്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ എഴുതി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോമിലെല്ലാം എഴുതും. അപ്പം ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്ന ആവശ്യമില്ല. ഓക്കെ, അപ്പം കോമ്പോണന്റ് ഫാക്ടർ എ വന്നിട്ട് അതിന്റെ ഹൈപ്പോത്തസിന് ഹെഡിങ് ഇവിടെ എഴുതിയിട്ട് വേണം കോമ്പോണന്റ് ഫാക്ടർ എ നമ്മൾ ഹെഡിങ് കൊടുക്കാനായിട്ട്, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹൈപ്പോത്തസിസ് എഴുതാം. എഴുതുന്ന സമയത്ത് A1 = A2, അതാണ് നൾ ഹൈപ്പോത്തസിസ്. അത് കഴിഞ്ഞിട്ട് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസിൽ വരുന്നത് there is significant difference between the companies A1 and A2. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കോമ്പോണന്റ് ഫാക്ടർ ബിയിൽ വരുന്നതാണ് H0. അപ്പം there is no significant difference എഴുതേണ്ട ആവശ്യമില്ല, സമയം പോവുക. ഇത് എഴുതാൻ തന്നെ നമുക്കൊരു 30 seconds വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 10 seconds വരും. ആ 10 secondsന് പകരം നമുക്ക് കുറയ്ക്കുകയല്ലേ വേണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? B1 = B2 എഴുതിയിട്ട് അടുത്തത് there is significant difference between the years in terms of years എഴുതിയിട്ട് ബി ഫാക്ടർ ബി എന്ന് എഴുതിയാൽ മതി കേട്ടോ. ക്വാർട്ടർലി ആവറേജ് ഓഫ് ഏർണിങ്സ് പെർ സ്ക്വയർ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, പെർ ഷെയർ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് വന്നിട്ട് ഫാക്ടർ എ ഇൻറ്റു ബി. അപ്പം നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എഴുതുമ്പം A1 B1 = A2 B2 എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസിൽ H1 there is significant difference between the treatment combination of the company and the year in terms of quarterly average of the earnings per share. ഓക്കെ, അല്ലെങ്കിൽ ഫാക്ടർ എ ഇൻറ്റു ബി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂവേഷൻ. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാംസ്.